നമ്മൾ പല സെലിബ്രിറ്റീസിൻ്റെയും വെയിറ്റ് ലോസ് ജേർണി ഈ അടുത്തായിട്ട് കണ്ടു. ഉദാഹരണമായിട്ട് കരൺ ജോഹർ വെയിറ്റ് ലോസ് ചെയ്ത് വന്നത് നമ്മൾ കണ്ടു. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ പല പേരുകളിൽ പല ഡ്രഗ്സും അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഒസംബിക്, മോൺജാരോ, വീഗോവി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഇതെല്ലാം? GLP-1 അനലോഗ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഡ്രഗ്സാണ് ഇതെല്ലാം നമ്മുടെ ഡയബറ്റീസിനായിട്ടാണ് ഇനിഷ്യലി ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ആക്ഷൻ എന്തൊക്കെയാണ്? ഇത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ 3 അവയവങ്ങളിലാണ് ഇതിൻ്റെ ആക്ഷൻ ഉള്ളത്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് GLP-1 എന്നുള്ളൊരു ഹോർമോൺ നമ്മൾ നോർമലി റിലീസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആക്ഷൻസ് ഉണ്ടാകുന്നത്, അതുപോലെയാണ് ഈ ഡ്രഗ്സ് എല്ലാം ആക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പാൻക്രിയാസിൽ പോയിട്ട് നമ്മളുടെ ഗ്ലൂക്കഗോൺ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസുലിൻ സെക്രീഷൻ കൂട്ടും. നമ്മുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മുടെ ഭക്ഷണം സറ്റൈറ്റി സെൻറ്ററിൽ ആക്ട് ചെയ്തിട്ട് നമുക്ക് വിശപ്പ് കുറയ്ക്കുകയും നമുക്ക് ക്രേവിങ്സ് കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ വയറിൽ സ്റ്റമക്കിൽ ഇത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിലേഡ് ഫുഡ് MDയും കൊടുക്കും. പക്ഷേ ഇതൊക്കെ ഒരു സേഫ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ജേർണി ആണോ? ഇവരെല്ലാവരും എങ്ങനെയാണ് നമ്മുടെ സെലിബ്രിറ്റീസ് ഈ ഒരു വെയിറ്റ് ലോസ് ഗെയിൻ ചെയ്തത് എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ സാധാരണക്കാരും മറന്നു പോകാറ്. നമ്മുടെ ഈ സെലിബ്രിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ഗൈഡൻസോടുകൂടി പ്രോപ്പർ ഡയറ്റും എക്സസൈസും ചെയ്തിട്ടാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ജേർണിയാണ് അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ ഒരു ഡ്രഗ്സൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഇഞ്ചക്ഷൻസ് എല്ലാം എടുക്കുന്നതെന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് കൺസിഡർ ചെയ്യുക.